നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പുതുക്കാട് ദേശീയപാതയിൽ നിന്നും നിയന്ത്രണം വിട്ട KSRTC ബസ് പാഞ്ഞുകയറി വഴിയാത്രക്കാരിയായ സ്ത്രീ മരിച്ചു. പുതുക്കാട് കാഞ്ഞൂർ പൊരന്തരപ്പള്ളി വീട്ടിൽ റോയ്സന്റെ ഭാര്യ 49 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7-നായിരുന്നു സംഭവം. ബസ് ദേശീയപാതയോരത്തെ കടയിലേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു. മകളെ ബസ് കയറ്റാനെത്തിയ സിന്ധു തിരിച്ചു പോകാൻ സ്കൂട്ടറിനടുത്തേക്ക് പോകുന്നതിനിടെയാണ് ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചത്. തൽക്ഷണം മരിച്ചു. സിന്ധുവിൻ്റെ മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. പുതുക്കാട് ഡിപ്പോയിൽ നിന്നും ബസ് എടുത്ത് ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്നതിനിടെ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതാണ് അപകട കാരണമെന്ന് പറയുന്നു. അപകടത്തിൽപ്പെടുമ്പോൾ ഡ്രൈവർ കുഴഞ്ഞു വീണ നിലയിലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. മറ്റത്തൂർ വാസുപുരത്ത് നിയന്ത്രണം വിട്ട കാർ തോട്ടിൽ വീണു. കാറിലുണ്ടായിരുന്ന യുവാക്കളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. വാസുപുരം കുഞ്ഞക്കര റോഡിലെ കല്ലൻതോട് പാലത്തിന് സമീപം ഞായറാഴ്ച രാത്രി 8-ഓടെയാണ് സംഭവം. കയ്പമംഗലം സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് കാർ നിയന്ത്രണം വിട്ട് ഒഴുക്കുള്ള തോട്ടിലേക്ക് വീഴുകയായിരുന്നു. തൊട്ടുപുറകെ വന്ന മറ്റൊരു കാർ യാത്രക്കാരൻ അപകടം കണ്ട് സമീപവാസികളെ വിളിച്ചുകൂട്ടുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ സാഹസികമായി വെള്ളത്തിലിറങ്ങി കാറിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, വൈസ് പ്രസിഡന്റ് MV മിനി എന്നിവർ സ്ഥലത്തെത്തി. ഫയർഫോഴ്സും വെള്ളിക്കുളങ്ങര പോലീസും എത്തിയിരുന്നു. പാലത്തിൽ കൈവരിയില്ലാത്തതും വെളിച്ചക്കുറവും ചൂണ്ടിക്കാട്ടി NCTV നേരത്തെ പലതവണ വാർത്ത നൽകിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം UDF സർക്കാർ വെട്ടിക്കുറച്ചുവെന്നാരോപിച്ച LDFന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPI പുതുക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VR രബീഷ് അധ്യക്ഷനായി. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AV ചന്ദ്രൻ, അൽജോ പുളിക്കൻ, സരിത രാജേഷ്, PC സുബ്രൻ, ചെങ്ങാലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AC സുബീഷ്, അലൻ പോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനന്ദ ശശി, ബീന ഷാജു, ശ്രീജ രാജേഷ്, സതി രജീഷ് എന്നിവർ നേതൃത്വം നൽകി. ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷൻ CPIയുടെ നേതാവ് സഖാവ് രബീഷ്, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന CPIMന്റെ നേതാക്കളായ സഖാക്കൾ AV ചന്ദ്രൻ, അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, സഖാവ് സരിത രാജേഷ്, സഖാവ് PC സുബ്രൻ, സഖാവ് AC സുബീഷ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് തികയാതെ വരുന്ന ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മാർച്ച് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതുക്കാട് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രകടനം നടക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് ഇവിടെ പാസാക്കി അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ ആ പദ്ധതി വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറവ് വരുത്തിയത്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ പാറക്കാട് കാപ്പലമൂപ്പിൽ രാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന്. യോഗേശ്വരിയാണ് ഭാര്യ. ഷാജു, ഷിബു, ഷൈബി എന്നിവർ മക്കളും സിജി, ദീപ, സുഭാഷ് എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.